എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും വിഷു അടിച്ചു പൊളിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വിഷു ഇതാ ഇങ്ങനെ തുടങ്ങുകയാണ്. പുതിയ വീട്ടിലെ ആദ്യത്തെ വിഷു അല്ലേ, അപ്പോൾ കുറച്ച് ഗംഭീരമാക്കാതെ എങ്ങനെയല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും ഗംഭീരമാക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ കേരള സ്റ്റോറിൽ മദർ സ്റ്റോറിൽ വന്നിട്ട് വിഷുവിൻ്റെ ചന്ത, ഓണച്ചന്ത എന്ന് പറഞ്ഞ പോലെ വിഷു ചന്ത. പക്ഷേ ഞങ്ങളൊരു ദിവസം ലേറ്റായിട്ടാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടൻ മാങ്ങയും പച്ചച്ചക്കയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തലേദിവസം എത്തിയാൽ പോലും ഫുൾ അത്രയും മലയാളികളുണ്ടോ ഇവിടെ എന്ന് നമുക്ക് തോന്നും. പക്ഷെ അത്രയും മലയാളികളുണ്ട്. കാരണം ഈ സാധനങ്ങളൊക്കെ പോകുന്ന വഴി അറിയില്ല കേട്ടോ. പിന്നെ എല്ലാ സാധനങ്ങളും വാങ്ങി കണി ഒരുക്കാനുള്ളതും എല്ലാത്തിനുള്ളത് വാങ്ങിച്ചു. പിന്നെ അടുത്തതെന്ന് പറയുന്നത് മുല്ലപ്പൂവാണ്. ഇത് നല്ല കോയമ്പത്തൂർ മുല്ലയും ചക്ക മുല്ലയും പിന്നെ കൃഷ്ണനെ അണിയിക്കാനുള്ള മാലകളും ഇതൊക്കെ ഒരുപാട് ഇവിടെ കിട്ടുന്നതുകൊണ്ട് ആ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഇതൊക്കെ വളരെ നിർബന്ധമുള്ള കാര്യങ്ങളാണ്. പിന്നെ അതേ എല്ലാ വർഷം നമ്മൾ മേലെന്ന് വിഷു ആയി കഴിഞ്ഞതാ പൊടി തട്ടിയെടുക്കുന്ന കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ മിനുക്കി എടുക്കണം. അതായത് പീതാംബരി പൗഡർ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഇതെല്ലാം മിനുക്കി എടുക്കുക. ഇപ്രാവശ്യം ഞാൻ കുറച്ച് അധികം സാധനങ്ങളും കൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ്. കാരണം വിഷു കണി ഒരുക്കുന്ന ആൾ രംശേട്ടനാണ്. പക്ഷേ എല്ലാ പ്രാവശ്യം ഞാനൊരു 3-4 ദിവസം തന്നെ വിഷുവിൻ്റെ എങ്ങനെയാണ് വിഷുക്കണി വേണ്ടത് എന്നുള്ളതൊക്കെ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടാവും കേട്ടോ. ഞാൻ കുറേ ഇങ്ങനെ റെഫറൻസ് പോലെ എടുക്കും, എല്ലാം ചെയ്യും. എന്നിട്ട് രംശേട്ടനോട് പറയും എനിക്ക് ഇതുപോലെ തന്നെ കണി വെക്കണം എന്ന്. അപ്പോൾ രംശേട്ടൻ അതുപോലെ തന്നെ കണി വെക്കാൻ ശ്രമിക്കും. കാരണം അങ്ങനെ ഫോട്ടോ എടുക്കേണ്ട രീതിയിലാണെങ്കിലും ഒക്കെ നമ്മൾ അതുപോലെ കുറേ ദിവസം മുന്നേ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യും. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടം. അതിൻ്റെ ഇടയിൽ എന്നാൽ എൻ്റെ വക ഒന്ന് എന്ന് പറഞ്ഞിട്ട് എല്ലാ പ്രാവശ്യം ഇങ്ങനൊരു ചെറിയ പരിപാടിയും കൂടി ഉണ്ട്. ക്രിയേറ്റീവായ ആളുകൾക്ക് ബാക്കിയുള്ളവർ പറയുന്നത് മാത്രം കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ എപ്പോഴും രമേശേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു 2 എടുത്തിടും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഈ അപ്പം വെക്കാനുള്ള താലും പിന്നെ ഇരിക്കുന്ന 2-3 താലങ്ങളൊക്കെ ഞാൻ ഇപ്രാവശ്യം ഡിമാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടില്ല. ബാക്കിയൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് അമ്മ കൊണ്ടുവന്നതാണ് ഇപ്രാവശ്യം അഷ്ടമംഗലും. ആ കൂജയൊക്കെ ഞാൻ വാങ്ങിയത് കേട്ടോ. കാരണം എനിക്കിങ്ങനെ ഫുൾ ഗോൾഡൻ നിറത്തിൽ ഇതുപോലെ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ മുന്നിലേക്ക് വരുന്ന രീതിയിൽ കണി വെക്കണമെന്ന് ഞാൻ കഴിഞ്ഞ വർഷം തന്നെ തീരുമാനിച്ചതായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കണി വെച്ചപ്പോൾ എനിക്ക് എന്തോ പോരാമേ തോന്നിയോണ്ട് ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ രംശേട്ടൻ വെച്ചതാണ് ആ 2 വെഞ്ചാമരം. കാരണം അത് ഒരു ഭംഗിയുണ്ട് കേട്ടോ ആക്ച്വലി വന്നു കഴിഞ്ഞപ്പോൾ. ഇതാ പിന്നെ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ കണി കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കണി. ഞാൻ വിചാരിച്ച പോലെ തന്നെ ആ കണി വന്നു. രംശേട്ടനാണ് കേട്ടോ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ എണീറ്റ് വിളക്കൊക്കെ കൊളുത്തി എപ്പോഴും എന്നെ കണി കാണിക്കുന്നത്. മിത്തുക്കുട്ടി ഉണ്ടായതിന് ശേഷം മിത്തുക്കുട്ടീനെ കണി കാണിക്കുന്നത് രംശേട്ടനാണ്. എന്നിട്ട് രംശേട്ടൻ്റെ കയ്യിൽ നിന്ന് വിഷു കൈ നീട്ടം കിട്ടിയിട്ടാണ് ഞങ്ങളുടെ വിഷു എപ്പോഴും തുടങ്ങുക. നിങ്ങളും കൂടെ നമ്മുടെ ഈ കണിയൊന്ന് കണ്ടോളൂ. വിഷു അങ്ങനെ രാവിലെ എണീറ്റ് വിഷുക്കണിയൊക്കെ കണ്ട് നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവാണ് കേട്ടോ. ഇന്ന് ഞാൻ വിഷു ആയിട്ട് ഒരു വിഷു കണിക്കൊന്നയുടെ ഒരു ചുരിദാർ, ഇത് പുതിയതാണ്, നമ്മൾ കോടി കൊടുക്കണം എന്നൊക്കെയാണ് പറയുക. അപ്പോൾ എൻ്റെ കയ്യിൽ സെറ്റ് മുണ്ട് എന്തായാലും കോടിയില്ല. അത് മാത്രമല്ല ഈ നല്ല ചൂടാണ്, അപ്പോൾ ഈ മുണ്ടും കാര്യങ്ങളൊന്നും ഉടുക്കാൻ വയ്യ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു പുതിയ ഡ്രസ്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതും ഒരു യെല്ലോ കളർ, വിഷുവായിട്ട് നമ്മൾ യെല്ലോ കളർ ഉടുക്കൂല, നല്ല ഭംഗിയുള്ളൊരു കുർത്ത. അപ്പോൾ പിന്നെ അത് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്പലത്തിൽ പോകണം, കാരണം അമ്പലത്തിൽ കണി ഉണ്ടാവും, വിഷു കൈനീട്ടം കിട്ടും. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെയല്ല. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ മുടി ഉണങ്ങിയിട്ടൊന്നുമില്ല, മുടി കുളിച്ച് ഇങ്ങനെ വന്ന് റെഡി ആയിട്ടുള്ളൂ. രാവിലെ നേരത്തെ നീച്ച് ഞങ്ങൾ കണിയൊക്കെ കണ്ടു. രാവിലെ 4:30 4:45 ഉള്ളിൽ കണി കാണണമെന്നാണല്ലോ. അപ്പോൾ 4:30 ആകുമ്പോഴേക്കും എണീറ്റ് കണിയൊക്കെ കണ്ടു. പിന്നെ ഇവിടെ പടക്കം പൊത്തിരിയൊന്നും പൊട്ടിക്കാനില്ലാത്തതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കുറച്ച് കണിയുടെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ കടന്ന് മൊബൈലൊക്കെ നോക്കി നീച്ച് കുളിച്ച് റെഡിയായി. ഇപ്പോൾ വിഷുവായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒരുങ്ങണമല്ലേ. അപ്പോൾ ഒരുങ്ങുമ്പോൾ എന്താ എപ്പോഴും മുഖമൊക്കെ നല്ല ക്ലിയർ ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് റെഡി ആവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുഖത്ത് സിറം യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും അത് തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാനിവിടെ ഡെർമാക്കോൻ്റെ 10% വൈറ്റമിൻ സി ഫേസ് സിറാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങുന്ന ഈ വൈറ്റമിൻ സി എഫക്റ്റീവ് ആണെന്ന് അറിയാലൊരു ടെസ്റ്റ് നോക്കിയാൽ ഞാനിവിടെ ബെറ്റാഡിൻ കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചിട്ട് അതിലേക്ക് വൈറ്റമിൻ സി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ക്ലിയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വൈറ്റമിൻ സി എഫക്റ്റീവ് ആണെന്ന് കേട്ടോ. അപ്പോൾ ഈ 10% വൈറ്റമിൻ സി ഫേസ് സിറത്തിൽ വൈറ്റമിൻ സിയും അതുപോലെ തന്നെ നയാസിനമൈഡ് ഉണ്ട്. വിറ്റമിൻ സി നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആക്കാനും ബ്രൈറ്റൻ ചെയ്യാനും, നയാസിനമൈഡ് നമ്മുടെ സീബം പ്രൊഡക്ഷനെ റെഗുലേറ്റ് ചെയ്യാനും അതുവഴി നമ്മുടെ ഓയിൽ കൺട്രോൾ ചെയ്യാനും സഹായിക്കും. ഇതിലുള്ള ഹയർ അബ്സോർപ്ഷൻ ഓഫ് വൈറ്റമിൻ സി ഡാർക്ക് സ്പോട്ട്സ് റെഡ്യൂസ് ചെയ്യാനും റേഡിയൻ ഗ്ലോ തരാനും ഈവൻ സ്കിൻ ടോൺ തരാനും സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ ഒരു ഡീപ്പ് പെനിട്രേഷൻ ഫോമുലേറ്റാണ് വരുന്നത്. ഇതിൽ 70% ഹയർ അബ്സോർപ്ഷൻ ഓഫ് വൈറ്റമിൻ സി ആണ് ബാക്കിയുള്ളതിനേക്കാളും എൻഷുർ ചെയ്യുന്നത് കേട്ടോ. ഇത് സേഫ് ആൻഡ് എഫക്റ്റീവും ഡിസൈൻ ബൈ ഡെർമറ്റോളജിസ്റ്റും ആണ്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് റെഡിയായി. ഇനി മുടി ഒന്ന് ഉണക്കണം. അത് ഡ്രയറിൽ വെക്കണോ അതോ സാധാരണ പോലെ ഉണങ്ങണോ എന്നാണ് ആലോചിക്കുന്നത്. ഒരു ഷോൾ ഇടുക പരിപാടി
കഴിഞ്ഞു. അപ്പം നമ്മുടെ ദ ഡെർമാക്കോൻ്റെ ഈ പ്രൊഡക്റ്റ് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്വപ്ന 2025 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 20% വരെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അത് മാത്രമല്ല ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. പിന്നെ ദ ഡെർമാക്കോൻ്റെ ഈ ഒരു 10% വൈറ്റമിൻ സി ഫേസ് സിറം നമ്മുടെ ആമസോണിലും പേർപ്പിളിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും എല്ലാത്തിലും അവൈലബിൾ ആണ് കേട്ടോ. അത് മാത്രമല്ല ദ ഡെർമാക്കോ 20,000 സ്റ്റുഡൻസിന് എവറി ഇയർ അവരുടെ എഡ്യൂക്കേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എംപവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ദ ഡെർമാക്കോൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അവരുടെ ലിങ്ക് പോകുന്നത് ഈ ഒരു സ്റ്റുഡൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ, അലോങ് വിത്ത് ഭൂമി ഫൗണ്ടേഷൻ. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കും കാര്യങ്ങളും എല്ലാം കൊടുക്കാം. ഇതാ എൻ്റെ ഈ ഒരു ദുപ്പട്ടയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ പോകാൻ റെഡിയായി. പക്ക ഒരു വിഷു ഫീൽ അല്ലേ, യെല്ലോ. സോ അമ്പലത്തിൽ പോകാൻ ഞാൻ എന്താ ഫുൾ സെറ്റായി. നല്ല പിച്ചി മുല്ല, നല്ല മണമുള്ള കോയമ്പത്തൂർ മുല്ല. പിന്നെ ഇതാണ് എൻ്റെ ഡ്രസ്സ്, ദുപ്പട്ടയൊക്കെ. ഇപ്രാവശ്യം നമ്മൾ പുതിയ വീട്ടിലായതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യം നമ്മൾ പുതിയ വീടൊന്നുമില്ല, നമ്മൾ എല്ലാ പ്രാവശ്യവും മാക്സിമം നല്ല രീതിയിൽ ഓരോ പ്രാവശ്യം നമ്മൾ നല്ല വെറൈറ്റി ആയിട്ട് നന്നായി കണി ഒരുക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സാധനങ്ങളും കുറച്ചും കൂടെ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടാണ് കണി വെച്ചിട്ടുള്ളത്. അതായത് കുറച്ചും കൂടെ കുറച്ചധികം താലങ്ങൾ ഇപ്രാവശ്യം നാട്ടിൽ നിന്നായിട്ടും ഇവിടെ നിന്നായിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് വാങ്ങി, അങ്ങനെ കുറേ സാധനങ്ങൾ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കൊല്ലം വിഷുവിന് വെക്കുമ്പോഴും വിചാരിക്കും വിഷുടാ ഈ സാധനമില്ലേ അങ്ങനെ അടുത്ത വിഷു ആകുമ്പോഴേക്കും അത് വാങ്ങി നമ്മൾ എന്താ പറയുക ഫുള്ള് റെഡി ആക്കാറുണ്ട് ഓരോ വിഷു. അങ്ങനെ പുതിയ വീട്ടിലെ ഈ ഒരു വിഷു ആയപ്പോഴേക്കും നല്ല ഗംഭീരമായ ഒരു കണി റെഡിയായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. കണ്ണു തുറന്നപ്പോൾ എന്താ ആദ്യം കണ്ടത്? കണ്ണു തുറന്നപ്പോൾ ഞാൻ ഭഗവാനെ, ഞാൻ എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ, അല്ലെങ്കിൽ വിളക്ക് അല്ലെങ്കിൽ കൃഷ്ണനെയാണ് ഞാൻ എപ്പോഴും കാണാറുള്ളൂ. അധിക സമയത്തും അങ്ങനെ തന്നെയാണ്. രമേശേട്ട അതിനനുസരിച്ച് കൊണ്ടിരുത്തുക. അപ്പോൾ എന്നാലും തുറക്കുമ്പോൾ മിക്കവാറും വിളക്കാണ് കാണുക. ആ വിളക്കിൽ ഇങ്ങനെ തിളങ്ങിയ കൃഷ്ണനെയാണ് കാണുക. ഇന്ന് ശരിക്കും ഡയറക്റ്റ് കൃഷ്ണനെയാണ് കണ്ടത്. അതുകൊണ്ടാണ് നമ്മള് വീട്ടിലൊക്കെ എപ്പോഴും ഒരു പടി ഉയർത്തിയിട്ട് കൃഷ്ണനെ വെക്കണം എന്ന് പറയാം അല്ലെ. കൃഷ്ണനെ എപ്പോഴും ഒന്ന് ഉയർത്തിയിട്ട് വേണം വെക്കാൻ. ഹാപ്പി വിഷു. ഇഷ്കാനായിട്ടൊക്കെ കിട്ടിയില്ലേ? ഹാപ്പി ആയാ? ഹാപ്പി വിഷു. ഇന്ന് ആരും വിഷു ആയിട്ട് ഒരു വിഷുവിന്റെ ഡ്രസ്സൊന്നല്ല കേട്ടോ ഇട്ടിരിക്കുന്നത്. ചൂടത്തെ ട്രഡീഷണൽ ഒന്നും ഇടാൻ തോന്നില്ല. ഇവിടെ ചൂട് സഹിക്കാൻ പറ്റാതെ ഇരിക്കുന്നത്. നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി. ഇനി എന്താണ് ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് മനസ്സിലാക്കിയത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ സ്വന്തം ദക്ഷിണാടിയിലേക്ക് വെച്ച് പിടിക്കാന്ന് വിചാരിച്ചില്ല രംഷേട്ടാ. അപ്പോൾ ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നമ്മുടെ സ്ഥിരം ദോശ ഇഡ്ഡലി എന്ന് പറയില്ലേ, അത് തന്നെ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും കഴിക്കുന്നത് ഗീ പൊടി ഇഡ്ഡലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രമേശേട്ടൻ്റെ മിത്തുക്കുട്ടിയാണെങ്കിൽ എപ്പോഴും ബെണ്ണേ ദോശ, പിന്നെ ബെണ്ണേ മസാല ദോശ, ഇതാണ് അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഉപ്പുമാ, പൊങ്കൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം. ഇന്ന് ഞാൻ വിചാരിച്ചു ഗീ പൊടി ഇഡ്ഡലി കഴിക്കാമെന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് എന്താ ചെയ്യാമെന്ന് ആലോചിച്ച് നേരെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ രമേശേട്ടൻ പറയും ഇനി വീട്ടിൽ പോയി ആകെ 3 ആളുണ്ട്, എപ്പോഴും ഫ്രണ്ട്സും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. 3 ആൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വെറുതെ അടുക്കളയിൽ നിന്ന് സമയം കളയണ്ട, ഇന്ന് നമുക്ക് എവിടേക്കെങ്കിലും പുറത്ത് പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് നേരെ നമ്മൾ വിട്ടു കേട്ടോ. കാരണം നോർമലി ഒരു വിഷുവിനും ഓണത്തിനും എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ ഒരിക്കലും പുറത്തുനിന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കില്ല, വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് ഇഷ്ടം. പക്ഷേ ഇപ്രാവശ്യം രമേശേട്ടൻ ഒട്ടും സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ സദ്യ കഴിക്കാൻ വന്നിരിക്കുന്നത് പാം ബീച്ച് ഗലേറിയ മോളിലെ വാശിയിലുള്ള കേരള ടേബിൾസ് എന്ന് പറയുന്ന ഇവിടെ പ്രീ ബുക്കിംഗ് ഒക്കെ ഉണ്ട് വിഷു സദ്യക്ക് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇന്ന് സദ്യ സ്പെഷ്യലാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക ബുക്ക് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ച് സ്ലോട്ട് എടുക്കും, അല്ലെങ്കിൽ ഒരു 12 to 12:15 ഉള്ളിൽ വന്നാൽ കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്, നമുക്കിനി സദ്യ കഴിക്കാൻ പോവാം. അപ്പോൾ ഇവിടേക്ക് ഞാൻ ഒരു പ്രാവശ്യം ആകെ വന്നിട്ടുള്ളൂ. രമേശേട്ടൻ മെത്തുക്കുട്ടി വന്നിട്ടില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ആതിരയുടെ ബർത്ത്ഡേ സമയത്താണ് വന്നിട്ടുള്ളത്. 31 ഐറ്റം ഉണ്ട്, 3 തരം പായസം അടങ്ങിയിട്ടുള്ള ഒരു കിടിലൻ സദ്യയാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയാണ്. ഇവിടുത്തെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പൊറോട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സദ്യ ഞാൻ ആദ്യമായിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ നോക്കി നോക്കാം നമുക്ക്. ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ്, ഫുള്ളിങ്ങനെ ചിത്രങ്ങളൊക്കെ വരച്ചിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങളിങ്ങനെ 12 മണി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഫുള്ളാണ്. കുറച്ചും കൂടി ലേറ്റ് അയച്ചാൽ പിന്നെ കഴിഞ്ഞ വർഷം നമ്മളന്ന് പറഞ്ഞില്ലേ 3-3.5 മണിക്കൂറൊക്കെ ചിലപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കേണ്ടി വരും. കാരണം നമ്മളിന്ന് സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത്ര നേരത്തെ വന്നാൽ നമ്മുടെ സിനിമയുടെ ടൈം 3:30. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകണം. അപ്പോൾ നമുക്ക് നോക്കാം, വെയിറ്റിംഗ്.
അപ്പം നമ്മൾ 12 മണിക്ക് തന്നെ കയറി അതിൻ്റെ ഉള്ളിലേക്ക് ഇരുന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഫുള്ള് ഹോട്ടലും ഓൾമോസ്റ്റ് ബുക്കായിട്ട്. അപ്പോൾ അവരിങ്ങനെ ഓരോന്നായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ശരിക്കും പറഞ്ഞ പോലെ ഞാൻ ആതിരയുടെ ബർത്ത്ഡേക്കാണ് ഇവിടെ വന്നിട്ട്. അന്ന് നോൺ വെജ് ആയിരുന്നു. ഇന്നിപ്പോൾ കംപ്ലീറ്റ് അവിടെ സദ്യ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം അവിടെ ഇപ്പോൾ വേറെ ഒന്നും വിളമ്പാനുള്ള സമയമില്ല, എല്ലാവരും സദ്യ കഴിക്കാൻ തന്നെയാണ്. അപ്പോൾ അവരിതാ എല്ലായിടത്തും ഇങ്ങനെ ഇലയിട്ട് ആ ഒരു കുറച്ച് സ്റ്റാഫ് തന്നെയുള്ളൂ, ഇതിന് സെപ്പറേറ്റ് ആളൊന്നും ഇല്ല തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഓരോ കാര്യത്തിനും. അത് കഴിക്കാൻ മിത്തുക്കുട്ടിയാണെങ്കിൽ സദ്യയുടെ ആളാണ് കേട്ടോ. അത് ഞാൻ ചിരിക്കുന്നു. ആകെ ഒരു പഴം വന്നു, പഴം അപ്പോഴേക്കും കഴിച്ചപ്പോൾ അവളിങ്ങനെ കാത്തിരിക്കുക. ഒരുപാട് ടൈം എടുത്തിട്ട് ഇത്രയും പേർക്ക് ആദ്യം ഇല വിളമ്പി പിന്നെ സാധനം വിളമ്പി. അപ്പോൾ അങ്ങനെ കുറേ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത്രയ്ക്ക് ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഓരോരോ സാധനങ്ങളായിട്ട് അവർ പറഞ്ഞ പോലെ 32 ഐറ്റങ്ങളൊക്കെയാണ്. ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. കണ്ടോ, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ചിപ്സ് ഉണ്ടായിരുന്നു. പിന്നെ ചിപ്സൊക്കെ നമ്മൾ എത്ര ചോദിച്ചാലും തരും, അൺലിമിറ്റഡ് പോലെയാണ്, എത്ര വേണമെങ്കിലും നമുക്ക് തരും. മിത്തുക്കുട്ടിക്ക് സദ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. എനിക്ക് സത്യം പറഞ്ഞാൽ സദ്യയുടെ ബിരിയാണിയാണോ ഇഷ്ടം ചോദിച്ചാൽ എനിക്ക് ഓഫ് കോഴ്സ് ബിരിയാണിയാണ് ഇഷ്ടം. എന്നാലും ഇങ്ങനത്തെ നാടൻ ഫുഡുകളൊക്കെ ഇഷ്ടം. സദ്യക്കാൾ കൂടുതൽ ഇഷ്ടം മാമ്പഴപ്പുളിശ്ശേരി അങ്ങനത്തെയൊക്കെ. 3 തരം കൂട്ടാനുണ്ടായിരുന്നു. ഒന്ന് പരിപ്പ് കറി, പിന്നെ സാമ്പാർ, പിന്നെ മാമ്പഴപ്പുളിശ്ശേരി, പിന്നെ നെയ്യ് പരിപ്പ്, ഇങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാമ്പാറിന് പകരം ആക്ച്വലി മാമ്പഴപ്പുളിശ്ശേരി കൂട്ടാമെന്ന് വിചാരിച്ചു. എന്നാലും ഫോട്ടോന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി സാമ്പാർ അവിടെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. പരിപ്പ് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പരിപ്പ് നമ്മൾ അങ്ങനെ നമ്മുടെ സൈഡിലൊന്നും അങ്ങനെ പതിവില്ല. അപ്പം പരിപ്പ് കറി കൂട്ടിയിട്ടും കഴിച്ചു. മാമ്പഴപ്പുളിശ്ശേരി സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമായില്ല. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന മാമ്പഴപ്പുളിശ്ശേരി അല്ല. പിന്നെ സദ്യ പൊതുവേ നമ്മുടെ സദ്യ രീതിയല്ല. കാളനായാലും നമുക്ക് കുറുക്ക് കാളനാണ്. പിന്നെ അത് പിന്നെ നമുക്ക് ഓരോ സ്ഥലത്ത് ഓരോ പോലെ ആയതുകൊണ്ട് നമുക്കതൊരിക്കലും പറയാൻ പറ്റില്ല. എന്നാലും സദ്യ മോശം ഒന്നായിരുന്നല്ലേ കേട്ടോ. പക്ഷേ പൊതുവേ പായസം 3 പായസം, പഴപ്പായസം, അടപ്രഥമൻ, പാലട ഉണ്ടായിരുന്നു. പായസം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടമായില്ല. അടപ്രഥമനായാലും അതൊക്കെ നമ്മൾ ആക്ച്വലി ഇത് ഓരോ നാട്ടിൽ ഓരോ രീതിയിലാണെങ്കിലും പായസം എല്ലായിടത്തും ഒരുപോലെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സദ്യ എന്ന് പറയുന്നത് ഒരു ഓക്കെ ടൈപ്പ് എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ ഭക്ഷണത്തിന് അങ്ങനെ എവിടെ പോയാലും അങ്ങനെ കുറ്റം പറയാറില്ല കേട്ടോ. അത്രയും വേസ്റ്റ് ആയിട്ടുള്ളൊരു ഭക്ഷണം അങ്ങനെയൊന്നും ഇന്നവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ഒരു ഇത് വന്നത് എന്താ വെച്ചാൽ ഇത്രയും പൈസ കൊടുത്തിട്ട് അതിന് വേർത്താണോ എന്ന് ചോദിച്ചാൽ അല്ല. അത് നമ്മൾ പറയണല്ലോ, നമ്മുടെ കണ്ടിട്ട് നാളെ ആരെങ്കിലും വരുമ്പോൾ ഇത്രയും പൈസ കൊടുത്തിട്ടുള്ള സദ്യ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളിത് അടുത്ത സംഗീത കേന്ദ്രത്തിലേക്ക് പോവാണ്. അടുത്ത എവിടെയാണ്? അടുത്ത സ്വീകരണ കേന്ദ്രം നമ്മൾ മരണമാസ്, വിഷു സ്പെഷ്യൽ മരണമാസ് കാണാൻ പോവാണ്. അവിടെ പോയി മരണമാസ് കാണോ കൂർക്ക വെച്ച് ഉറക്കം വന്നിങ്ങനെ പൊന്നീച്ച പറക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. ഞാൻ 4:30 എണീറ്റാലും ഒരു 15-20 മിനിറ്റ് ഒക്കെ ഞാൻ കടന്നുറങ്ങി. അല്ല, 1 മണിക്കൂറൊക്കെ ഉറങ്ങിണ്ടാവും. രംഷേട്ടൻ ഉറങ്ങിയിട്ടേ ഇല്ല. ഇന്ന് രാവിലെ മുതൽ കറക്കമാണ്. കറക്കം വിഷു സ്പെഷ്യൽ കറക്കം എന്ന്. രംഷേട്ടൻ എത്ര കറങ്ങണ്ടായിരുന്നില്ല. അത് നല്ല ഉറക്കം വരുന്നുണ്ട്. സദ്യ വയറുന്നിറങ്ങിയാൽ പിന്നെ ഉച്ചയ്ക്ക് ഒരു ഉറക്കമാണല്ലോ പതിവ്. വെറ്റില മുറുക്കി നന്നായിട്ട് കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരമാണ് ശരിക്കും സിനിമയ്ക്ക് പോകേണ്ടത് അല്ലേ. ഇനി നമുക്ക് സമയമുണ്ട്, 1.5 മണിക്കൂറുണ്ട് സിനിമ തുടങ്ങും. ഇഷ്ടംപോലെ സമയമുണ്ട്. പക്ഷേ വീട്ടിൽ പോയി ഉറങ്ങി തിരിച്ചു വരാനുള്ള സമയമില്ല. പക്ഷെ മുകളിലാണെങ്കിൽ കറങ്ങാനും തോന്നുന്നില്ല. കാരണം സദ്യക്ക് കഴിച്ച് കറങ്ങാൻ പറയുമ്പോൾ അതൊരു സുഖമില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മളവിടെ എത്തി. ബാക്കി നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ അവിടുന്ന് കേരള ടേബിൾസ് നമ്മൾ സീ വുഡ്സ് മോളിലേക്കാണ് എത്തിയിരിക്കുന്നത്. ആക്ച്വലി ആ പാം ബീച്ച് ഗലേറിയ മോളിലും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവരുടെ ടൈം 1:15 സിനിമയുടെ ടൈം. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 3:30 ആ ഒരു ടൈമാണ്. അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ നന്നായി തോന്നി. മറ്റേതാകുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് മിസ്സായിരുന്നു. കാരണം ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഒരുപാട് നേരമായി. ഹലോ, സിനിമ തുടങ്ങും. ഇത് ആർട്ടിസ്റ്റുകൾക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ ആർട്ടിസ്റ്റുകൾക്ക് മാത്രം. ഇതിപ്പോ ആർട്ടിസ്റ്റ് ആവുന്ന വേണ്ട, ഏത് മനുഷ്യനും ഇത് മനസ്സിലാക്കാം. നിനക്ക് വില ഉണ്ടോ? 30,000 40,000. ഒരു കാലത്ത് ഞാൻ സെല്ല് ചെയ്തിരുന്ന. ഇപ്പൊ എന്തേ വരണമെങ്കിൽ ജോലി കണ്ടെന്നൊക്കെ സമയം എനിക്ക് ആഗ്രഹം. എനിക്ക് അന്ന് എൻ്റെ ആ സമയത്ത് ഞാൻ ഓയിൽ പെയിന്റിംഗ് ഒക്കെ സെയിൽ ചെയ്തിരുന്ന സമയത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എക്സിബിഷനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പൊ 2-3 ഷിഫ്റ്റിങ് കഴിഞ്ഞപ്പോ പെയിന്റിങ് അത് എല്ലാതും പോയി. പുതിയ വീട്ടില് പെയിന്റ് വെക്കാൻ ചുമര് പോലും ഇല്ലാത്തുള്ള ചെയ്തപ്പോ പെയിന്റിങ്ങിന്റെ സ്കോപ്പേ ഇല്ല. മിത്തു ആണെങ്കിൽ കുറെ പെയിന്റിങ് മിത്തുവിന്റെ എക്സിബിഷന് പോകുന്നുണ്ട്. ഞാൻ ഈ റിട്ടയർമെന്റ് പ്ലാൻ അതാണ്. എന്റെ റിട്ടയർമെന്റ് പ്ലാനിൽ ഫുള്ള് ഒരു ക്യാമറ എടുത്തിങ്ങനെ നടക്കുക, നല്ല നല്ല ക്ലിക്സ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ നല്ല പെയിന്റിങ്ങുകൾ, ട്രാവലിംഗ്, സ്കെച്ച്, ട്രാവലിംഗിന് ഞാനുണ്ട്. സോളോ ട്രാവലിംഗ് ആണ് ഉദ്ദേശിച്ചത്. ഞാനും സോളോ ട്രാവലിംഗ് വേണമെങ്കിൽ കൂടെ. അങ്ങനെ ആ ഷോപ്പിംഗ് മോൾ മുഴുവൻ കറങ്ങി. ഏകദേശം ഒരു ടൈം ആകുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ, തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ സദ്യ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നടക്കാനൊന്നും
എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. പിന്നെ ഇങ്ങനത്തെ എക്സിബിഷനൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷം, പക്ഷെ ഒന്നും വാങ്ങിക്കാനൊന്നും ഇല്ലാത്ത കാരണം വെറുതെ ഇങ്ങനെ നടന്ന് സമയം കളയാമെന്ന് വിചാരിച്ചു. പിന്നെ വല്ലാതെ വയറിന്നിറങ്ങിയ സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് നടന്ന് റെഡിയാക്കാമല്ലോ. അപ്പം മിത്തുകുട്ടിയായിട്ട് വെറുതെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കുക എന്നുള്ളതൊരു ഭയങ്കര രസമാണ് കേട്ടോ. മിത്തുവിന് ഇങ്ങനെ നടക്കുന്നതും ഷോപ്പിങ്ങൊന്നും വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പല സ്ഥലങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവൾ അത് അതിൻ്റേതായ രീതിയിൽ പോയി അവളുടേതായ രീതിയിലൊക്കെ പഠിച്ചിങ്ങനെ നിൽക്കും. അപ്പോൾ ഇങ്ങനത്തെ ഷോപ്പിംഗ് ഒന്നും ഇഷ്ടമില്ല. അപ്പോൾ വേഗം തിയേറ്ററിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവസാനം ഞങ്ങൾ വിചാരിച്ചു നേരത്തെ അതിൻ്റെ ഉള്ളിൽ പോയിരിക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഇല്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ സിനിപോളിസിലാണ് നമ്മൾ പോണത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ മുന്നത്തെ സ്ഥലത്ത് നമ്മൾ ഓൾറെഡി ഭക്ഷണം കഴിക്കാൻ പോയ സ്ഥലത്തും ഉണ്ടായിരുന്നു മരണമാസം. പക്ഷെ അത് നേരത്തെ ആയ കാരണം നമുക്ക് കുറച്ച് ലേറ്റായിട്ട് ഇവിടെ വേറെ സ്ഥലത്തേക്ക് വരേണ്ടി വന്നു. ഇവിടെയാണ് നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് പ്രേമലു സിനിമ കാണാൻ പോയത്. ദേ മരണമാസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വലിയ ഐഡിയ ഒന്നുമില്ല, റിവ്യൂവും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. പെട്ടെന്ന് തീരുമാനിച്ചാണല്ലോ. സാധാരണ നമ്മൾ എങ്ങനെയെങ്കിലും പോകുമ്പോൾ റിവ്യൂ കാണും എങ്ങനെയാണ് എന്താണെന്ന്. ഇതിപ്പോൾ ഒന്നുമില്ല, രാവിലെ തീരുമാനിച്ചൊന്ന് എന്തെങ്കിലും സിനിമ കാണാൻ പോയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ്. പക്ഷേ ആദ്യമായിട്ടാണ് വിഷുവിൻ്റെ ഓണത്തിൻ്റെ അന്നൊക്കെ നമ്മൾ സിനിമ കാണാൻ പോകുന്നത്. മുംബൈയിൽ. നാട്ടിലാകുമ്പോൾ എപ്പോഴും പോകാറുണ്ട്. ഇത്രയും തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. നോക്കി ഓൾമോസ്റ്റ് ഫുള്ളാണ്. അപ്പോൾ വിഷുവിനും ഓണത്തിനൊക്കെ ആൾക്കാർ കാണാറുണ്ട് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ, കാരണം നമ്മൾ പോയല്ലേ നമുക്കറിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ആ സിനിമയൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും ഒരുപാട് നേരമായി. 6 മണിയൊക്കെ കഴിഞ്ഞു. നമ്മൾ വേഗം വീട്ടിലേക്ക് തിരിക്കുകയാണ്. സമയം 8 മണിയായി. ഈ പടക്കം വിഷുവിൻ്റെ പടക്കമല്ല, പക്ഷേ ഇവിടെ വിഷു ഒരു പ്രതീതി ഉണ്ടായി. കാരണം അംബേദ്കർ ജയന്തിയുടെ പടക്കമാണ് ഇവിടെ. അതുകൊണ്ട് നല്ല പടക്കത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കും. നമ്മൾ വീട്ടിലെത്തി സിനിമ കണ്ടു കഴിഞ്ഞ് വീട്ടിലെത്തി ഒരു ഗ്ലാസ് ചായ കുടിക്കുകയാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ വിഷു പുറത്ത് തെണ്ടിത്തിരിഞ്ഞ് നടക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ വർഷം മുഴുവൻ തെണ്ടിത്തിരിയേണ്ടി വരുവാണാവോ? ഞാനതാ പറയണ്ടായിരുന്നു. ഒരു വർഷത്തെ ഫലം എന്നല്ലേ പറയാ. വീട്ടിൽ കയറിയിട്ടില്ല. ഇന്നിപ്പോ എന്താ ആക്ച്വലി ഉണ്ടായി, കാരണം ഇന്ന് രാവിലെ കണി കണ്ടു. അത് കഴിഞ്ഞ് കുളിച്ച് അമ്പലത്തിൽ പോയി വന്ന് നമ്മൾ നേരെ ബാഗ് എടുത്ത് ഇറങ്ങിയതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ലഞ്ച് പുറത്തുനിന്ന് സദ്യ കഴിച്ചു, സിനിമ കാണാൻ കയറി. ഇത് ഇപ്പൊ കയറിയുള്ളൂ വീട്ടിലേക്ക്. ഫുൾ ഡേ പുറത്തായിരുന്നു. സാധാരണ ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവാറില്ല. നമ്മൾ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഇരിക്കും. പക്ഷെ ഒരു രസം സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരുന്നത്. മരണമാസ് എന്താ രക്ഷയിട്ട് പറയാനുള്ളത്? ഒരു തട്ടിക്കൂട്ട് പാടാം പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ ചിരിക്കാൻ ഒരുപാടുണ്ട്. ഞങ്ങള് നല്ലോണം ചിരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു കഥയായിട്ട് നോക്കുമ്പോഴൊന്നുമില്ല. പക്ഷെ നമുക്കിപ്പോൾ ഈ വിഷു ഒക്കെ ആയിട്ട് ഒന്ന് സന്തോഷിച്ച് രക്ഷയുടെ പറയല്ലോ, വിഷു ആയിട്ട് കുറേ ചിരിച്ചു എന്ന് പറയില്ല. അങ്ങനെ കുറേ ചിരിക്കാനുള്ള ഒരിതുണ്ട്. ബോറടിക്കില്ല, അങ്ങനെ കുറേ ചിരിക്കാനുണ്ട്. പിന്നെ ആലോചിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്നും അറിയില്ല. പക്ഷെ രസമുണ്ട്. 2.5 മണിക്കൂർ പോയതിറങ്ങില്ല, കണ്ടിരിക്കാം. അങ്ങനെ അത് കണ്ട് കുറേ കാലത്തിന് ശേഷം വിഷുവിൻ്റെ അന്നൊക്കെ ഒരു സിനിമ പോയി കണ്ടിട്ടേ വന്നു. നാളെ മുതൽ സ്കൂളും ഓഫീസും ഉണ്ട്. ഒരു ലോങ് വീക്കെൻഡ് ആയിരുന്നു. എന്തുണ്ടായിരുന്നു ഒരു ഐഡിയ ഇല്ല. സാറ്റർഡേ പോയതും സൺഡേ പോയതും മൺഡേ പോയതും ഒന്നും അറിയില്ല. അപ്പം ഇനി ഒരു വിഷമം. ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നാളെ മുതൽ രാവിലെ നേരത്തെ എണീറ്റ് പിന്നെയും. പക്ഷെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഒരു 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു ലോങ് വീക്കെൻഡ് വരുന്നുണ്ട്. പക്ഷെ അത് ഇതുപോലെയൊക്കെ തന്നെ പോകുന്ന അറിയാം. എന്നാലും ഇങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ ഞാൻ രമേശേട്ടനോട് പറയുന്നത് എനിക്ക് വിഷു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു മനസ്സിനൊരു വിഷമം പോലെ എന്നിങ്ങനെ പറയായിരുന്നു. അപ്പോൾ രമേശേട്ടൻ അതെന്തിനാണ് ഇനി ഓരോന്ന് വരും. അതായത് വിഷു എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര, വിഷു ആയാലും ഓണായാലും എനിക്ക് എപ്പോഴും അത് കഴിയുമ്പോൾ, അതിപ്പോൾ ഗണപതി ആയാലും ഒക്കെ കഴിയുമ്പോൾ വിഷമം തന്നെ. കാരണം അതിങ്ങനെ ഒരുക്കാനുള്ള ഒരു കുറേ ദിവസമായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം അതങ്ങോട്ട് പോണ പോലെ ഉണ്ടാവും. പക്ഷെ അടുത്തത് ഈ പറഞ്ഞ പോലെ മെയിനിൽ വെക്കേഷൻ വരും, നാട്ടിൽ പോവും. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സങ്കടമാവും. പക്ഷെ അത് കഴിയുമ്പോഴേക്കും ഗണപതി, അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാത്തിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ രസമല്ല. അല്ലെങ്കിൽ എന്താ രാവിലെ ആവുന്നു, ജോലി എടുക്കുന്നു, വൈകുന്നേരം ആവുന്നു, കിടന്നുറങ്ങുന്നു. അത് മാത്രമാകുമ്പോൾ പ്രത്യേകിച്ചൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ കാത്തിരിക്കാനുള്ള ഓരോ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഭയങ്കര രസമാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ വിഷുവൊക്കെ അത്യാവശ്യം ഇതുപോലെ നന്നായിട്ട് പോയി. നമ്മൾ 3 പേരെ വെച്ചാൽ നല്ല രസമായിട്ട് പോയി. അപ്പോൾ നിങ്ങളുടെയും വിഷുവൊക്കെ നന്നായിട്ട് ആഘോഷിച്ച് വിചാരിക്കണം. ഇതുപോലെ നല്ല ഒരു വർഷം മുഴുവൻ നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ, സന്തോഷം ഉണ്ടാവട്ടെ, മനസ്സമാധാനം ഉണ്ടാവട്ടെ. അങ്ങനത്തെ ഒരു വിഷു നമുക്ക് നേരം. തൽക്കാലം ഞാൻ ഈ ഒരു വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു വെറൈറ്റി വിഷുവിലെ നമ്മൾ ഇത്ര കാലം നിങ്ങൾ നമ്മുടെ വ്ളോഗിൽ കാണാത്തൊരു തരം വിഷു, കാരണം നമ്മൾ വീട്ടിലേ ഇല്ലാത്തൊരു വിഷു. അപ്പോൾ അത് നിങ്ങളെ കൂടെ ചെറുതായിട്ടൊന്ന് കാണിച്ചു എന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.